ഹേ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഗൈസ്. നമ്മുടെ ഫാമിലിയിലേക്ക് ഒരു പുതിയ മെമ്പർ വരുന്നതെന്നൊരു ഡൗട്ട്. അപ്പോൾ നമ്മളിതാ പാക്ക് ചെയ്ത് വെച്ച് എല്ലാ സാധനവും എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടാൻ പോവാണ് ഗൈസ്. അങ്ങനെ നമ്മളിതാ എല്ലാം എടുത്ത് നമ്മൾ വേറൊരിടത്ത് നിന്നെയാണ് ഓടി വീട്ടിൽ വന്ന് എല്ലാം എടുത്തത് അബാബിയെ സെറ്റാക്കി ഇരുത്തി എല്ലാം നമ്മൾ കാറിലേക്ക് കയറ്റുവാണ് ഗൈസ്. ഇന്ന് രാത്രി തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് 2 വീക്ക് ശേഷമാണ്, ബേബി വന്നതിന് ശേഷം. സോ അതെല്ലാവരും ഒന്ന് സഹിക്കുക, അത്ര ബിസി ആയിരുന്നു ഗൈസ് ഞാൻ. പിന്നെ നമ്മളെല്ലാവരും ഇറങ്ങി എല്ലാം പാക്ക് ചെയ്തതാ ഫയൽസൊക്കെ എടുത്തു വെച്ച് ഞാൻ അയാളെയും കൈ പിടിച്ചുകൊണ്ടാണ് ഗൈസ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു സ്പെഷ്യലായിട്ട് തോന്നി, കാരണം എൻ്റെ കയ്യിൽ ബേബി ഇരിക്കുന്നു, ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്നു ബേബി വന്ന്. അങ്ങനെ നമ്മളെല്ലാവരും ഇറങ്ങി ഗൈസ്. അങ്ങനെ ഇതാ ഉമ്മിയെ കാണിച്ചുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിലെത്തി. ഉമ്മി ഇതാ കയറി പോവാണ് ഗൈസ്. ഞാനും അബാബി ഇങ്ങനെ വെയിറ്റിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്യാണ്. ഡോക്ടറിനെ കാണാൻ വേണ്ടി ഉമ്മി കയറിയിട്ടുണ്ട്. അപ്പോഴാണ് ഗൈസ് ഞാനൊരു ഈ ഒരു പോസ്റ്റർ കണ്ടത്. വാവോ. പിന്നെ ഉമ്മീനെ BP ഒക്കെ എല്ലാം ചെക്ക് ചെയ്ത് നമ്മളിതാ ദീപ എലിസബത്ത് ഡോക്ടറിനെയാണ് കണ്ടിട്ടുള്ളത്. അങ്ങനെ നമ്മളെല്ലാവരും റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്, എപ്പോഴാണ് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഉമ്മീനെ ബ്ലഡൊക്കെ എടുത്തു. അത് കണ്ടപ്പോൾ എനിക്കൊരു ഷോക്കായിപ്പോയി. പിന്നെ നമ്മൾ ലേബർ റൂമിലോട്ട് പോവാണ്, പ്രസവിക്കാനല്ല, ഉമ്മയുടെ വയറൊന്ന് ചെക്ക് ചെയ്യാൻ, ബേബീൻ്റെ അനക്കമൊക്കെ ഒന്ന്. പിന്നെ ഉമ്മ കാണിച്ചുകൊണ്ടിരുന്ന ദീപ ഡോക്ടർ ഭയങ്കര നല്ല ഡോക്ടറാണ്. നമ്മൾ വിളിച്ചപ്പോൾ തന്നെ ഡോക്ടർ ഓടി എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉമ്മി കയറിപ്പോയി. ഞാനും വാപ്പിയും അബാബിയും വെളിയിൽ വെയിറ്റിംഗ് ആയി. ലാസ്റ്റ് ഒരു റൂം കിട്ടി, നമ്മളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ കിടന്ന് ഉറങ്ങി ഗൈസ്. അങ്ങനെ രാവിലെ ആയി, ഉമ്മിത റെഡി ആവുകയാണ്. ഉമ്മിക്ക് ചെറുതായിട്ട് എവിടെയോ ഒരു പെയിൻ വന്ന പോലെ. അങ്ങനെ നമ്മളെല്ലാവരും ഇങ്ങനെ മുത്തമൊക്കെ കൊടുത്ത് ഉമ്മീനെ പറഞ്ഞു വിടുവാണ് ഗൈസ് ലേബർ റൂമിലോട്ട്, പുതിയൊരാളുമായിട്ട് തിരിച്ചിറങ്ങി വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉമ്മിയും അബാബിയും ഞാനും വാപ്പിയും കൂടി ഉമ്മീനെ വിടുകയാണ്. അപ്പം വാപ്പി പെട്ടെന്ന് റൂമിലോട്ട് പോയി എന്തോ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉമ്മി കുറച്ച് നേരം വാപ്പിയെ വെയിറ്റ് ചെയ്ത് അവിടെ നിന്നു. എനിക്കും അബാബിക്കൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് വാവ വരുന്നതിൻ്റെ. അങ്ങനെ നമ്മൾ എത്രയും പെട്ടെന്ന് വാവയെ കാണാൻ വേണ്ടിയുള്ളൊരാഗ്രഹത്തിൽ ഉമ്മീനെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ ഡേ തന്നെ ഒരു ഡേ ഭയങ്കര സ്പെഷ്യലാണ്. നബിദിനം, തിരുവോണം, ടീച്ചേഴ്സ് ഡേ, സെപ്റ്റംബർ 5, അങ്ങനെ ഒരു സകലകല വല്ലഭ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഗൈസ്, ഗേൾ ആണോ ബോയ് ആണോ. സ്കൂളൊക്കെ ഉണ്ടായിട്ടാണ് ഗൈസ് ഈ വീഡിയോ ഞാൻ ഇത്രയും ലേറ്റ്. പിന്നെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഉമ്മാക്കൊരു പെയിൻ ഉണ്ടെന്ന്. അങ്ങനെ ഞങ്ങളെല്ലാവരും കയറി കണ്ടു. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഉടനെ തന്നെ ബേബി വരും. അങ്ങനെ ലാസ്റ്റ് ഞങ്ങളെല്ലാവരും ലേബർ റൂമിൻ്റെ ഫ്രണ്ടിൽ വെയിറ്റിംഗ് ആയി. അങ്ങനെ എല്ലാവരും വന്നു. അപ്പോൾ ബാബി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുകയാണ്. ഞാനൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുകയാണ്, എന്താവും. വാവോ. പിന്നെ അവിടെ കിടന്ന് അടുത്തുള്ള റൂംമേറ്റ്സ് ഒക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അവരൊക്കെ ഇറങ്ങി വന്ന് കുറേ നേരം വെയിറ്റ് ചെയ്തു. പെൺകുഞ്ഞാണ്. 4:25 സമയം, 2:400 വെയിറ്റ്. ഗായ്സ്, അങ്ങനെ നമുക്കൊരു ബേബി ഗേൾ വന്നിരിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, റൂമിൽ വന്നിട്ട് വാപ്പി ബാങ്ക് വിളിച്ചു, പേരിട്ടു. സാഹിബ എന്നാണ് ഗൈസ് ഇട്ടത്. എങ്ങനെയുണ്ട്? പിന്നെ ഞാനാണ് ഗൈസ് തൊട്ട് കൊടുത്തത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ അനിയത്തിക്ക് തന്നെ ഞാൻ തൊട്ട് കൊടുത്തു. അതിൽ ഞാൻ ഭയങ്കര ലക്കിയാണ് ഗൈസ്. പിന്നെ എല്ലാവരും വാവേനെ ഇങ്ങനെ എടുത്തു. പിന്നെ നിച്ചുക്കാടെ ബേബി വന്നപ്പോൾ അവളെ ഞാൻ എടുത്തുകൊണ്ടിരുന്നു കുറേ നേരം. അപ്പോഴത്തേക്കും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം വരാൻ തുടങ്ങി. പിന്നെ അബാബി നമ്മുടെ ചോക്ലേറ്റ്സ് ഒക്കെ എടുത്ത് നമ്മുടെ ഉപ്പാക്കും നമ്മുടെ കസിൻസിനെല്ലാം കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഞാനും ചോദിച്ചു ഒരു മുട്ടായി. അപ്പോൾ നമ്മളെല്ലാവരും ഹാപ്പിയാണ് ഗൈസ്, നിങ്ങളും ഹാപ്പി ആയിരിക്കുക. ഉമ്മിയും ഓക്കെ ആയിട്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ അത് അപ്പച്ചി സദ്യ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കാരണം ഇന്ന് തിരുവോണമല്ലേ. അപ്പച്ചി ഫുൾ ഉണ്ടാക്കി പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഇലയൊക്കെ ഇട്ട് കഴിച്ചു. സത്യത്തിൽ നല്ല ലേറ്റായി, 6 മണി കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിച്ചപ്പോൾ. കാരണം എല്ലാം ഒന്ന് സമാധാനത്തിലായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിരുന്നപ്പോൾ ഉമ്മി വന്നിട്ടുണ്ടായിരുന്നു, ബേബി വന്നിട്ടുണ്ടായിരുന്നു.
അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണ്, സേഫായിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ സേഫായിട്ടിരിക്കുക. പിന്നെ ഞാൻ ഈ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി ഗൈസ്, കാരണം ഉമ്മ ഹോസ്പിറ്റലിൽ നിന്ന് വരാൻ കുറച്ച് ദിവസങ്ങൾക്ക് ഒരു ഇതുണ്ടായിരുന്നു, അതാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. ലവ് യു ഗൈസ്, ബൈ.